ഈ മഹാനായ സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, മാ സവാബു മൻ ളഹ്ഹാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറു സമാനിൽ കടന്നു വരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാൾ ഒരു ഉളിയ്യത്ത് അറുത്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം എന്താണ് പടച്ചോനെ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം, എത്രയോ മുമ്പ് കടന്നു വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ പടച്ചോനോട് ചോദിച്ചാൽ എന്താണ് പടച്ചോനെ നീ കൊടുക്കുന്നത് സവാബ്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒരുപാട് യഹിയായിൽ പലതും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഖിർ സമാനിൽ വരുന്ന പ്രവാചകനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഒരു മതിപ്പുണ്ടായിരുന്ന പ്രവാചകനായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ചെറിയൊരു പശുക്കൾ, മയക്കാനുണ്ടാകുമ്പോ ധാരാളം പശുക്കളും മറ്റൊരു കാണും. നമുക്ക് കാണുമ്പോ ഒരു നേർച്ചയാണ് കാണുമ്പോ, അല്ലെ, നമ്മളെ തടിക്കേണ്ട ഒരു. അപ്പോ അതുപോലെ ഒരു പശു കാണുമ്പോ ദാവൂദ് നബി പടച്ചോനോട് ചോദിച്ചതിന്, പടച്ചോനെ എന്തിനാണ് ഇങ്ങനത്തെ പടപ്പല്ല ഇങ്ങനെ ആവശ്യമില്ലാത്തത്? നമ്മുടെ ദൃഷ്ടി നമുക്ക് കാണുമ്പോ അതിന് ഗുണമില്ലാത്ത പടപ്പെന്നാണ്. പക്ഷെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഈ ലോകത്ത് എന്തൊക്കെ അല്ലാഹു പഠിച്ചിട്ടുണ്ടോ അതൊക്കെ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി. എന്തുണ്ടെങ്കിലും അത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടി. നമുക്ക് അറിയാത്ത പലതും അള്ളാഹുവിന്റെ പടത്തിലുള്ള സെല്ലുകളുണ്ട്. അപ്പൊ ദാവൂദ് നബി പശു കാണുമ്പോ ചോദിച്ചതാണ്, എന്തിനാ പഠിച്ചോനെ ഇങ്ങനത്തെ തന്നെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? പശു കാണുമ്പോ ചോദിച്ചതാണ്. അപ്പൊ അല്ലാഹു തആല ആ പശുക്ക് സംസാരിക്കാനുള്ള കുതിരത്ത് കൊടുത്തു. പശു സംസാരിച്ചോന്ന് ആരോട്? ദാവൂദ് നബി അലൈഹിസ്സലാം. എന്താ പശു പറഞ്ഞ? ദാവൂദ് നബി നിങ്ങളെന്താ അള്ളാഹിനോട് ചോദിച്ചു, എന്നെ കൊണ്ട് എന്ത് ലാഭമാണ്? അപ്പൊ എന്നെ കൊണ്ട് ഇപ്പോഴുള്ള എന്താണ്? പശു പറഞ്ഞു, ആഖിർ സമാനിൽ വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിൽ എല്ലാ ദിവസവും പകലുകളിലായിട്ട് 1000 വട്ടം ഞാൻ സലാത്ത് എഴുതി വെച്ച വിഷയം. അപ്പൊ ആഖിർ സമാനിൽ കടന്നു വരുന്ന, കാരണം എല്ലാത്തിനും റഹ്മത്താണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആൻ പറഞ്ഞല്ലോ, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ 14 നൂറ്റാണ്ടിൽ വരുന്ന നമുക്ക് മാത്രമല്ല, ലോകത്ത് മുഴുവൻ, മനുഷ്യനും പെട്ട്, ഇന്നും പെട്ട്, മൃഗങ്ങളും പെട്ട്, സസ്യങ്ങളും പെട്ട്, എന്തൊക്കെ അല്ലാഹ് അല്ലാത്തതുണ്ട്. ആലമെന്ന് പറഞ്ഞാൽ മാസിവല്ലാഹ്, അല്ലാഹ് അല്ലാത്ത എല്ലാം ആലമാണ്, പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹ് അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെയും റഹ്മത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ നമ്മുടെ ഈ 14 നൂറ്റാണ്ടിൽ വന്ന ആളുകൾക്കോ ജീവികൾക്കും അതിന് മണ്ണെന്നെ റഹ്മത്താണ് റസൂൽ. ആദ്യം പഠിച്ചതിന് റസൂലിന്റെ നൂറുണ്ട്. അപ്പോ പശു പറഞ്ഞതാണ്, ദാവൂദ് നബി, ഞാൻ എല്ലാ പകലുകളിലായി 1000 വട്ടം ആഖിർ സമാനിൽ വരുന്ന ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇതാണ് എന്നെ കൊണ്ട് ഇപ്പോഴുള്ള ലാഭം. അതുപോലെയാണ് എല്ലാ ജീവികളും. അപ്പൊ അതുപോലെ ദാവൂദ് നബി എന്ന് ചോദിച്ചതാണ്, ആഖിർ സമാനിൽ വരുന്ന തങ്ങളുടെ ഉമ്മത്തിൽ ഉളിയ്യത്ത് കൊടുത്താൽ എന്താണ് പ്രതിഫലം? പടച്ചവൻ മറുപടി പറഞ്ഞു. അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞ എന്തറിയോ? ഉറുതിയ ബികുല്ലി ശഅറത്തിൻ മിൻഹാ 10 ഹസനാത്ത്. ഉളിയ്യത്ത് അറുത്തു കൊടുക്കപ്പെടുന്ന മൃഗത്തിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ, എത്ര രോമം ഉണ്ടാവും? ഒരു പോത്ത് അറുത്തു കൊടുക്കും. നമ്മുടെ തലമുടി എടുത്തിട്ട് തന്നെ കുറച്ച്, അല്ലെ, ചെറിയൊരു ബോട്ടിലുള്ള മുടിയാണ്. അതെടുത്താൽ ബാർബർ ഷോപ്പ് പിന്നെ നോക്കുവാണ് നമുക്ക് എണ്ണി തീർക്കാൻ കഴിയും. നമ്മുടെ തലയുടെ മുടി, എടുത്ത മുടി എണ്ണി തീർക്കാൻ കഴിയും. എന്നാൽ അതിന്റെ ശരീരം മുഴുവൻ രോമന്റെ, രോമം എല്ലാം മൊത്ത രോമന്നെയാണ്. ഉള്ള സ്ഥലം വിട്ട് ബാക്കിയെല്ലാം, അല്ലെ. അപ്പൊ അന്ന് പറഞ്ഞു, അതിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ ആ ഓരോ രോമങ്ങൾക്ക് പകരമായി അള്ളാഹു പറഞ്ഞു, അവനിക്ക് ഞാൻ 10 ഹസനാത്ത് കൊടുക്കും. 10 ഹസനാത്ത്. അപ്പൊ എന്തിനും ഒരു സാധാരണ കണക്കൂടി ഒരു 50 ലക്ഷം രോമം ഉണ്ടാവും, 50 ലക്ഷം. അതിന് 10 കൊണ്ട് എത്രയായി? 5 കോടി. മിനിമം പറഞ്ഞ ഉദാഹരണം. അതിന്റെ രോമത്തിന് നടക്കുന്ന കിട്ടാവരില്ല. പോത്തിന്റെയോ മോരിന്റെ ശരീരത്തിൽ രോമം ഉണ്ടാവും, മുടി ഉണ്ടാവും. അത് അതിന്റെ കണക്കൊന്നും കിട്ടാവരില്ല. ആടിന് എത്ര ഉണ്ട്? സുബ്ഹാനല്ലാഹ്, അല്ലെ. ഓരോ രോമങ്ങൾക്ക് 10. അപ്പൊ ഞമ്മ ഒരു 5 കൂടിയിട്ടാണ് ഒരു പോത്ത് അറുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ഓരയുടെ ശരീര ഭാഗത്തിലുള്ള രോമം ഉണ്ടാവും, മുടികളുണ്ടാവില്ല. 10 ഹസനാത്താണ്. ഒന്ന് മാത്രമല്ല, അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വ മുഹിയ അൻഹാ 10 ഖതിആത്ത്. അവനെ തൊട്ട് 10 പാവങ്ങൾ ഞാൻ കൊടുത്തു കൊടുക്കും. ഓരോ രോമങ്ങൾക്ക് പകരം
10 പാപങ്ങൾ ഞാൻ അവർക്ക് പൊരുത്തു കൊടുക്കും. അതുപോലെ ഓരോ രോമങ്ങൾക്ക് പകരം 10 പദവികൾ അവർക്ക് ഞാൻ ഉയർത്തിക്കൊടുക്കും. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര വലിയ പ്രതിഫലം അല്ലെ, എത്ര വലിയ പ്രതിഫലം. ഒരു ഉദയത്ത് നാം അറുത്തു കൊടുത്താൽ ചെറിയ ഒരു പൈസ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാം ചെലവഴിക്കുമ്പോ നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ റവാമാണ്. ചെറിയ റവാമൊന്നുമല്ല. ഓരോ രോമം കണക്കാക്കിയിട്ടുള്ള കൂലികളാണ്. രോമം കണക്കാക്കിയിട്ട് നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടുകയാണ്. രോമങ്ങൾ കണക്കാക്കിയിട്ട് അള്ളാഹു താൻ നമ്മുടെ ദറജകൾ ഉയർത്തുകയാണ്. പടച്ചവന്റെ അടുത്തുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ്. സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തുകയാണെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തുന്ന. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഇന്ന് ദുൽഖഅദ 30 താലിമാർ പ്രഖ്യാപിച്ചത്. ഇന്ന് മഗ്‌രിബോട് കൂടി ദുൽഹിജ്ജ 1 തുടങ്ങും. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ആയിരിക്കും നമുക്ക് വലിയ പെരുന്നാൾ. ഗൾഫിലുള്ള ഇന്ന് തുടങ്ങും. 1 വെള്ളിയാഴ്ചയാണ് അവർക്ക് പെരുന്നാൾ, നമുക്ക് ശനിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം. പടച്ച റബ്ബ് നമ്മൾക്ക് നല്ല ഹലാലായ സമ്പത്തുകൾ ഉദ്ദേശിച്ചു കൊടുക്കാനും അതുപോലെ പെരുന്നാളിന്റെ ആവശ്യങ്ങളൊക്കെയും നല്ല രൂപത്തിൽ നിറവേറ്റാനും വേണ്ട ഹലാലായ സമ്പാദ്യങ്ങൾ പടച്ചവന്റെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോ നിന്റെ ഹറമിന്റെ മുറ്റത്തിൽ ഒരുമിച്ചുകൂടാൻ, അറഫയുടെ മൈതാനിയിൽ ഒരുമിച്ചുകൂടാൻ നമ്മുടെ മനസ്സ് നല്ലോണം കൊതിക്കുന്ന പടച്ചവനെ ആഗ്രഹിക്കുന്ന അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തന്നാൽ ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരായി തീരും. അല്ലാഹുവേ, നീ അവസരം തരണേ റഹ്മാനെ. ഇക്കൊല്ലം അതിന് വേണ്ടി പോയ എല്ലാ ഹാജിമാരുടെയും നമ്മുടെ കുടുംബക്കാരുടെ, നാട്ടുകാരുടെ, സ്നേഹിതന്മാരുടെ വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്. അവർക്കൊക്കെയും നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല റാഹത്തോടെ നീ പൊരുത്തപ്പെടുന്ന ഹജ്ജ് കർമ്മം ചെയ്യാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലും ആരോഗ്യമുള്ള സമയത്ത് അതിനുള്ള ഒരു അവസരം നീ നമ്മുടെ മുന്നിൽ ഒരുക്കി തരണേ അല്ലാഹ്. പടച്ചോനെ, എല്ലാ കൊല്ലവും ഇടവിടാതെ ഉളിയത്തറത്ത് കൊടുക്കുന്ന എത്രയോ നല്ലവരായ മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ട്, ഈ നാട്ടിലുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന പലരുമുണ്ട്. പടച്ചോനെ, അല്ലാഹുവേ, ഒരുപാട് ദിവസങ്ങളായി ആ മൃഗത്തെ നല്ല രൂപത്തിൽ അവർ തീറ്റിപ്പോറ്റുന്നു, അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, അതൊക്കെയും നിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അല്ലാഹ് നീ വെറുതെ ആക്കല്ലേ റഹ്മാനെ, നീ വെറുതെ ആക്കല്ലേ അല്ലാഹ്. നിന്റെ അടുത്ത് വലിയ സവാബ് ലഭിക്കുന്ന അമലായി നീ അതാക്കി തരണേ അല്ലാഹ്. ആഖിറത്തിൽ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങളായി നമ്മുടെ അറവ് മൃഗങ്ങളെ നീ ആക്കി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ രോഗങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ബേജാറായവർ ദ്വാരക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരാ. അല്ലാഹ്, എല്ലാ രോഗികൾക്കും ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ഗൾഫിനും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ, നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സുകൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിച്ചുപോയി നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ